ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പം എന്തൊക്കെയുണ്ട് വിശേഷം? എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു. അങ്ങനെ കുറേ നാളത്തെ ഒരു ബ്രേക്കിന് ശേഷം ഞാനിതാ ഒരു വീഡിയോ ആയിട്ട് നിങ്ങളുടെ മുന്നിലേക്ക് വന്നിരിക്കുകയാണ്. ആക്ച്വലി ബ്രേക്കൊന്നുമല്ല, എൻ്റെ കുറച്ച് മടിയൊക്കെ കാരണമാണ് ഞാൻ വീഡിയോ ഒന്നും ചെയ്യാഞ്ഞത്. ഞാനിങ്ങനെ മടിച്ചിരിക്കുകയായിരുന്നു വീഡിയോ ചെയ്യാൻ. ബട്ട് ഇന്ന് ഞാൻ വിചാരിച്ചൊരു പെട്ടെന്നൊരു ക്വിക്ക് വീഡിയോ ചെയ്തേക്കാം എന്ന് വിചാരിച്ച് ഞാനിങ്ങനെ റെഡി ആയിട്ട് വന്നതാണ്. അപ്പം എല്ലാവരും രാവിലെ തന്നെ ഉഷാറല്ലേ? ഓക്കെ, അപ്പം ഞാൻ നാട്ടിലൊക്കെ പോയിട്ട് തിരിച്ചിവിടെ ദുബായിലേക്ക് എത്തി. ഇവിടെ സിറ്റുവേഷനൊക്കെ ഓക്കെയാണ്, കുഴപ്പങ്ങളൊന്നുമില്ല. പിന്നെ ഇപ്പോൾ ഇവിടെ അത്യാവശ്യം മഴയൊക്കെ ഉണ്ട്. മഴ ആയത് കാരണം അവിടെ ഇവിടെ കുറച്ച് ഫ്ലഡും കാര്യങ്ങളൊക്കെ ഉണ്ട്. പക്ഷേ കുഴപ്പങ്ങളൊന്നുമില്ല, എല്ലാം ഓക്കെയാണ്. സിറ്റുവേഷൻ അണ്ടർ കൺട്രോൾഡാണ്. അങ്ങനെയൊക്കെ ഇരിക്കുന്നു ഇവിടുത്തെ വിശേഷം. അപ്പം അതൊക്കെ അവിടെ നിൽക്കട്ടെ. ഞാൻ നാട്ടിൽ പോയിട്ട് വന്നപ്പോൾ കുറച്ച് നൈക്ക പ്രൊഡക്ട്സ് മേടിച്ചിരുന്നു. അപ്പം അത് ഞാൻ നിങ്ങളെ അൺബോക്സ് ചെയ്ത് കാണിക്കാമെന്ന് വിചാരിച്ചിട്ടാണ് ഇന്ന് ഈ വീഡിയോ ചെയ്യുന്നത്. സോ ഞാൻ കുറച്ച് പ്രൊഡക്ട്സ് മേടിച്ചു. അതിങ്ങനെ നിങ്ങളെയും കൂടെ കാണിച്ചിട്ട് പൊട്ടിക്കാമെന്ന് വിചാരിച്ചു. ബട്ട് എൻ്റെ എന്താ പറയുന്നത്, ആ ബോക്സ് പൊട്ടിക്കാനുള്ള ത്വര എന്നൊക്കെ വരെ പറയാം. കാരണം ഞാൻ ഒരെണ്ണം പൊട്ടിച്ചു, ബട്ട് ഒരെണ്ണം ഞാൻ അങ്ങനെ വെച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇത് ഒരുമിച്ച് അൺബോക്സ് ചെയ്യാം. ഇത് ജസ്റ്റ് ഞാൻ പൊട്ടിച്ച് ഇങ്ങനെ എന്തൊക്കെയാണെന്നുള്ളത് നോക്കിയതേ ഉള്ളൂ, ഒന്നും ട്രൈ ചെയ്തിട്ടില്ല. നിങ്ങൾക്ക് അങ്ങനത്തെ ആ ഒരു പ്രശ്നമുണ്ടോ? അതായത് എന്തെങ്കിലുമൊക്കെ കിട്ടിക്കഴിഞ്ഞാൽ പെട്ടെന്നൊന്ന് പൊട്ടിച്ച് നോക്കണമെന്ന് എനിക്ക് അങ്ങനത്തെ ഒരു അസുഖമുണ്ട്. അപ്പം ഓക്കെ, നമുക്ക് അധികം ലോങ് എന്താ പറയുന്നത്, നിങ്ങളെ ബോറടിപ്പിക്കുന്നില്ല ഞാൻ ഓരോന്നും പറഞ്ഞ്. നമുക്ക് വേഗം വീഡിയോയിലേക്ക് പോവാം. സോ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഇന്ന് തന്നെ തുടങ്ങാം. എന്തായാലും പൊട്ടിച്ചല്ലേ, അപ്പം ഇത് തന്നെ നമ്മൾ ഓപ്പൺ ചെയ്ത് കാണിക്കാം. സോ ചെറാ, ഇതാണ് പ്രൊഡക്ട്സ്. അപ്പം ഇതിൽ ഉള്ളത് ഒരു കെ ബ്യൂട്ടിയുടെ, കാണാമോ? ഇത് കെ ബ്യൂട്ടിയുടെ സ്ട്രോപ്പ് ക്രീമാണ്. അപ്പം ഇതൊന്നും ഞാൻ പൊട്ടിച്ച് നോക്കിയിട്ടില്ല കേട്ടോ. ജസ്റ്റ് ബോക്സ് ഒന്ന് പൊട്ടിച്ചതേ ഉള്ളൂ. ബട്ട് ഇതൊന്നും ഞാൻ നോക്കിയിട്ടില്ല. സോ ഇതാണ് കെ ബ്യൂട്ടിയുടെ സ്ട്രോപ്പ് ക്രീം. കാണാമല്ലോ അല്ലേ? അപ്പം ഞാൻ എടുത്തിരിക്കുന്നത് ഗോൾഡൻ അവർ എന്ന് പറഞ്ഞ ഷെയ്ഡാണ് കെ ബ്യൂട്ടിയുടെ. ഇത് ആക്ച്വലി അത്യാവശ്യം നല്ല റിവ്യൂ ഇതിന് ഈ സ്ട്രോപ്പ് ക്രീമിനെ കുറിച്ചിട്ടുണ്ട്. നമുക്ക് ജസ്റ്റ് ഒന്ന് ഷെയ്ക്ക് ചെയ്തിട്ട് യൂസ് ചെയ്ത് നോക്കാം. ഇതാ ഒരു നല്ലൊരു ഗോൾഡൻ ഗ്ലോ ഉണ്ട്. കാണാമോ നിങ്ങൾക്ക്? അത്യാവശ്യം നല്ലൊരു ഗോൾഡൻ അവർ എന്ന് പറഞ്ഞ പേരിനോട് നീതി പുലർത്തിയിട്ടുണ്ട്. ഒരു ഗ്ലോ ഒക്കെ ഉണ്ട്. സോ നമുക്കിത് വേണമെങ്കിൽ ഇവിടെ എന്താ പറയുന്നത്, നമ്മുടെ ചീക്കിൻ്റെ ഇവിടെ ഹൈലൈറ്ററായിട്ടോ അല്ലെങ്കിൽ നമുക്ക് മേക്കപ്പിന് മുമ്പോ ഒക്കെ നമുക്ക് ഇത് അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ ഒരു എന്താ പറയുന്നത്, ഒരു ഗ്ലാസ് സ്കിൻ അല്ലെങ്കിൽ ഒരു ഗ്ലോ ഒക്കെ നമുക്ക് കിട്ടും. സോ ഇതാണ് കെ ബ്യൂട്ടിയുടെ സ്ട്രോപ്പ് ക്രീം. ഞാൻ ഇതെല്ലാം ഓഫറിന് മേടിച്ചാട്ടോ. എനിക്ക് പ്രൈസൊന്നും ഓർമ്മയില്ല. ഇപ്പം എന്താ പറയുന്നത്, പിങ്ക് സെയിൽ ഉണ്ടായിരുന്നല്ലോ, അതിന് ഞാൻ മേടിച്ചതായിരുന്നു. സോ നെക്സ്റ്റ് വന്നിട്ട് മഡഗാസ്കർ സെൻറ്റല അത്യാവശ്യം ഇപ്പോൾ ഒരു എന്താ പറയുന്നത്, ട്രെൻഡിങ് ആയിട്ടുള്ളൊരു ബ്രാൻഡാണ് സെൻറ്റലയുടെ. സോ ഇത് ടോൺ ബ്രൈറ്റനിങ് ക്യാപ്സ്യൂൾ ആംപ്യൂളാണ്. അതായത് ഒരു സിറം പോലെ തന്നെ, സിറത്തിൻ്റെ എഫക്റ്റ് പോലെ തന്നെയാണ്. ഇതാണ് ബോട്ടിൽ വരുന്നത്. ഇതുണ്ട്, ഇതിൻ്റെ ഉള്ളിലിങ്ങനെ ചെറിയ ബബിൾസ് പോലെയൊക്കെയാണ്. ഇത് കാണാനൊക്കെ നല്ല രസമുണ്ട്. ഒരു ക്യൂട്ട് ബോട്ടിലാണ്. സോ ഇത് സെൻറ്റല എന്ന് പറഞ്ഞ ഇതിൻ്റെ ബ്രാൻഡിൻ്റെ ക്യാപ്സ്യൂൾ ആംപ്യൂളാണ്. സോ ഇത് നമുക്ക് ടെസ്റ്റ് ചെയ്യാം. ഇതൊക്കെ എൻ്റെ ഫസ്റ്റ് ടൈം പ്രൊഡക്റ്റ് ആട്ടോ. ഞാനിതൊരു യൂസ് ചെയ്തിട്ടില്ല. ഞാനിങ്ങനെ ഓരോ വീഡിയോസിൽ കണ്ടിട്ട് ഞാൻ വാങ്ങിയതാണ്. ഇതൊക്കെ എങ്ങനെ ഉണ്ട് എന്നുള്ളത് യൂസ് ചെയ്ത് കഴിഞ്ഞാലേ അറിയത്തുള്ളൂ. സോ ഇതിങ്ങനെ കണ്ടിരിക്കുന്നു. ഇതെന്താ വളഞ്ഞിരിക്കുന്നത്? ഇത് ആക്ച്വലി ഇങ്ങനെ ആയിരിക്കണം. ഇതാ നമുക്കൊന്ന് നോക്കാം. കൈ തന്നെ ജസ്റ്റ് ഓക്കെ. ഇതിനകത്ത് ഈ ഇതുണ്ടോ, ഒരു ചെറിയ ക്യാപ്സ്യൂൾ പോലെ ഇതിനകത്തുണ്ട്. അപ്പോൾ നമുക്കിത് ഇത് കയ്യിലിങ്ങനെ റബ്ബ് ചെയ്ത് കഴിയുമ്പോഴത്തേക്കും ആ ക്യാപ്സ്യൂള് മെൽറ്റ് ആവുന്നുണ്ട്. ഇതൊക്കെ ഇങ്ങനെ ജസ്റ്റ് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കറിയാൻ പറ്റില്ല ഈ പ്രോഡക്റ്റ് എങ്ങനെയാണെന്ന്. ഇതൊക്കെ ഒരു
കണ്ടിന്യൂസ് യൂസ് ചെയ്യുമ്പോൾ മാത്രം അറിയാൻ പറ്റുള്ളൂ നമ്മുടെ ഫേസിന് എന്തോരം വ്യത്യാസം വരുന്നുണ്ടെന്ന്. സോ ഇതൊക്കെ ഞാൻ യൂസ് ചെയ്തിട്ട് നിങ്ങളോട് പറയാം. അപ്പം അടുത്ത പ്രോഡക്റ്റ് ഇതാണ് സെൻറ്റില, മഡഗാസ്കർ സെൻറ്റിലയുടെ ക്യാപ്സ്യൂൾ ആംപ്യൂൾ. അടുത്ത വന്നിട്ട് സെയിം സെൻറ്റിലയുടെ തന്നെ എന്താ ക്ലൻസിങ് ഓയിലാണ്. ഇത് ആക്ച്വലി ഞാൻ വിചാരിച്ചു വലിയ ബോട്ടിലായിരിക്കുമെന്ന്, പക്ഷേ കിട്ടിയത് വളരെ ചെറിയ ബോട്ടിലായിപ്പോയി. ഇത് ലൈറ്റ് ക്ലെൻസിങ് ഓയിലാണ്. അതായത് നമുക്ക് ഫേസിലിപ്പോൾ നമ്മൾ ഇതൊക്കെ മേക്കപ്പൊക്കെ ചെയ്തിട്ടില്ലേ, അപ്പം നമ്മളത് റിമൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് ആദ്യമേ നമ്മൾ എന്താ പറയുന്നത് മേക്കപ്പ് റിമൂവർ യൂസ് ചെയ്യും. സോ അതിന് ശേഷം നമുക്ക് ഈ ക്ലെൻസിങ് ഓയിൽ യൂസ് ചെയ്ത് നമ്മുടെ ഫേസിൽ റബ്ബ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ആ കുറേ ആദ്യമേ നമ്മൾ ഫേസിങ് റിമൂവർ വെച്ച് യൂസ് ചെയ്യുക, മേക്കപ്പ് റിമൂവർ യൂസ് ചെയ്യുമ്പോൾ തന്നെ പകുതി പോവും. ബട്ട് ഓയിലും കൂടെ യൂസ് ചെയ്യുമ്പോൾ നമ്മുടെ ഫുൾ ഫേസിലെ മേക്കപ്പും അത് ഫുൾ റിമൂവ് ആകും. അതിനുശേഷം നമ്മൾ ഫേസ് വാഷ് യൂസ് ചെയ്ത് കഴുകിക്കളഞ്ഞാൽ മതി. ഇതും ഒരു ഫേസ് വാഷ് എഫക്റ്റ് തന്നെയാണ് നമുക്ക് തരുന്നത്. ഇത് ഓയിലാണെങ്കിലും മുഖത്ത് ഫുൾ മസാജ് ചെയ്യുക, അതിനുശേഷം വെള്ളം തൊടുമ്പോൾ ഇതൊരു ഫോം പോലെയാകും. എന്നിട്ട് നമുക്കിത് വാഷ് ചെയ്ത് കളയാം. അങ്ങനെയാണ് ഈ ക്ലെൻസിങ് ഓയിലിൻ്റെ മൊത്തത്തിലുള്ളൊരു ഫങ്ഷൻ എന്ന് പറയുന്നത്. ഇതും പ്യുവർ സെൻറ്റലേന്ന് യൂസ് ചെയ്തുണ്ടാക്കുന്നതാണ്. ആൻഡ് ഇതും ഞാൻ യൂസ് ചെയ്തിട്ടില്ല. ഇതും എൻ്റെ ഫസ്റ്റ് പ്രൊഡക്റ്റാണ്. അപ്പം ഇതെല്ലാം യൂസ് ചെയ്തിട്ട് ഞാൻ പറയുന്നതായിരിക്കും. ആൻഡ് നെക്സ്റ്റ് വന്നിട്ട് കുറച്ച് അതായത് എന്താ പറയുന്നത് എക്സ്പെൻസീവ് പ്രൊഡക്റ്റാണ് എൻ്റെ ഇതിൽ എന്താ പറയുന്നത് നൈക്ക പർച്ചേസിൽ. ഇത് വന്നിട്ട് ഷാലറ്റ് ടിൽബറിയുടെ ഒരു ലിപ്സ്റ്റിക്കാണ്. ഇതും ഞാൻ പൊട്ടിക്കട്ടെ. ഇത് വന്നിട്ട് ഫെയിം ഫ്ലെയിം എന്ന് പറയുന്നത് ഒരു ഷെയ്ഡാണ്, ഫെയിം ഫ്ലെയിം. സോ ഇതൊന്നും ഞാൻ ട്രൈ ചെയ്തിട്ടില്ല. ഇതൊക്കെ ഞാൻ എന്താ നൈക്കയിൽ ജസ്റ്റ് കണ്ട് ഇഷ്ടപ്പെട്ടിട്ട് ഞാൻ എടുത്തതാണ്. സോ പൊട്ടിച്ചു നോക്കാം. ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല. കണ്ട, ഇതാണ് അതിൻ്റെ പാക്കേജ്. നല്ലൊരു റെഡ് കളറാണ്, കണ്ടോ. ഇതിൻ്റെ ഷെയ്ഡ് വന്നിട്ട് കാണാമോ നിങ്ങൾക്ക്? B3PP അങ്ങനെയാണ് എഴുതിയിരിക്കുന്നത്. ആക്ച്വലി ഫെയിം ഫ്ലെയിം അതോർത്ത് വെച്ചാൽ മതി. ഫെയിം ഫ്ലെയിം എന്നാണ് ഈ ഷെയ്ഡിൻ്റെ പേര്. ഇതിൻ്റെ ബോട്ടിലാണ് നല്ല രസമില്ലേ, നല്ലൊരു സെക്സി റെഡ് കളർ. ഇനി നമുക്കിത് ഓപ്പൺ ചെയ്ത് നോക്കാം. വാവ്, ഇതാണ് ഷെയ്ഡ് വരുന്നത്. നല്ലൊരു മെറൂൺ ആൻഡ് റെഡ് കോംബോ. പക്ഷെ മെറൂൺ അല്ല, ഇതൊരു റെഡ് ഉണ്ട് ആൻഡ് ഒരു മെറൂൺ ഷെയ്ഡ് വരുന്നൊരു കളറാണ്. ഓക്കെ, ഇത് ജസ്റ്റ് ഞാനൊന്ന് സ്വാച്ച് ചെയ്ത് കാണിക്കാം. നല്ല ക്രീമി ആട്ടോ. ഇതാണ് ഷെയ്ഡ് വരുന്നത്. ഓ സോറി. ഇതാണ് ഷെയ്ഡ് വരുന്നത്. ഇതൊരു നല്ല എന്താ പറയുന്നത് റെഡാണ്. ബട്ട് എന്ത് റെഡാണ് പറയണ്ടതെന്ന് എനിക്കറിയത്തില്ല. പക്ഷെ നല്ലൊരു ഷെയ്ഡാണ്. ഒരു ഫ്ലെയിം റെഡ് പോലത്തെ ഒരു ഷെയ്ഡ് വരും. കണ്ടോ. അപ്പം ഇതാണ് അടുത്ത പ്രൊഡക്റ്റ്. അപ്പം ഒരു ബോക്സ് കഴിഞ്ഞിരിക്കുകയാണ്. നമുക്കിനി നെക്സ്റ്റ് ബോക്സ് പൊട്ടിച്ച് നോക്കാം. അത് ഞാനിതുവരെ ഒന്നും ഓപ്പൺ ചെയ്തില്ല. നമുക്കത് നോക്കാം. നമുക്കിത് പൊട്ടിക്കാൻ അടുത്തത്. സോ ഇങ്ങനെയാണ് പ്രൊഡക്ട്സ് വരുന്നത്. ഓക്കെ, ഇത്രേ ഉള്ളൂ. ഓക്കെ, സോ ഇതെന്താണെന്ന് നോക്കാം നമുക്ക് ആദ്യമേ. ഇത് ശീശ ആയുർവേദയുടെ
റെഡ് സാൻഡൽവുഡ് കുങ്കുമാതി നൈറ്റ് റിപ്പയർ ക്രീം. ഇത് ആക്ച്വലി ഒരു ആയുർവേദിക് പ്രൊഡക്റ്റാണ്. എൻ്റെ ഒരു ഫ്രണ്ട് യൂസ് ചെയ്തിട്ട് ഇത് നല്ലതെന്ന് പറഞ്ഞിട്ട് ഞാൻ വാങ്ങിയതാണ്. ഇത് നൈറ്റ് റിപ്പയർ ക്രീമാണ്. ആൻഡ് ഇതിൽ മറ്റേ സാഫ്രൺ ഉണ്ട്. സോ നമ്മുടെ ഫേസ് നല്ല ബ്രൈറ്റ് ആക്കും. ഓപ്പൺ ചെയ്യാൻ പറ്റുന്നില്ലല്ലോ. യെസ്. സോ ഇതാണ് ആ പ്രൊഡക്റ്റ്. ഇവരുടെ ലിപ് ബാമും ഉണ്ട്. അത് ആക്ച്വലി നല്ലതാണെന്ന് ഞാൻ കേട്ടിട്ടുണ്ട്. ഇത് ആക്ച്വലി ഇത്തിരി ഇതിൻ്റെ പുറത്തോട്ട് ചാടിയിട്ടുണ്ട്. ഇതാണ് ക്രീം വരുന്ന റെഡ് കളറിലിരിക്കും. നോ, ഓക്കെ. എനിവേ ഇതാണ് പ്രൊഡക്റ്റ്. ശീഷ ആയുർവേദയുടെ. ഇത് നൈക്കയിൽ അവൈലബിൾ ആണിപ്പം. നേരത്തെ ഇവരുടെ സൈറ്റിലായിരുന്നു ഇത് അവൈലബിൾ. ഇപ്പം നൈക്കയിൽ അവൈലബിൾ ആണ് കേട്ടോ. ഇത് റെഡ് സാൻഡൽവുഡാണ് കേട്ടോ. മറ്റേ നമ്മുടെ നോർമൽ ചന്ദനമല്ല, റെഡ് ചന്ദനം ഉണ്ടല്ലോ, അത് വെച്ചിട്ട് ഈ രക്തചന്ദനം, റെഡ് സാൻഡൽവുഡ് രക്തചന്ദനം നമ്മുടെ ഫേസിന് നല്ലതാണ്. നമ്മുടെ ഫേസിന് ഒരു ഗ്ലോ ഉണ്ടാക്കും, കുറച്ചുകൂടെ ബ്രൈറ്റ് ആക്കും സ്കിന്ന്. അങ്ങനെ നമ്മുടെ ഫേസിലുള്ള മാർക്കും കാര്യങ്ങളൊക്കെ എല്ലാം മാറ്റും. പിന്നെ സാഫ്രണും ഉണ്ട്. അപ്പം രണ്ടും കൂടെ നമ്മുടെ ഫേസിന് നല്ലതാണ്. അപ്പം ഞാനിത് യൂസ് ചെയ്തിട്ട് ഞാൻ എങ്ങനെയുണ്ടെന്ന് പറയാം. സോ ആദ്യത്തെ പ്രൊഡക്റ്റ് ശീഷ ആയുർവേദയുടെ കുങ്കുമാതി, എന്താ പറയുക, കുങ്കുമാതി നൈറ്റ് റിപ്പയർ ക്രീം. ആൻഡ് അടുത്തത് നെക്സ്റ്റ് വന്നിട്ട് യെസ്, ഇത് കെ ബ്യൂട്ടിയുടെ ഞാനൊരു ഇത് വാങ്ങിച്ചാണ്, ഐ ഷാഡോ പാലറ്റ്. നമുക്കിപ്പം ട്രാവൽ ഫ്രണ്ട്ലി ആയിട്ടൊക്കെ കൊണ്ടു നടക്കാൻ പറ്റിയൊരു പൗച്ചോ ഇത് നോക്കി ഞാൻ വാങ്ങിയതാണ്. ഇത് ഈ കെ ബ്യൂട്ടിയുടെ എല്ലാം നല്ല ഭംഗിയാണ് കാണാൻ വേണ്ടിയിട്ടൊരു ഭയങ്കര ക്യൂട്ട് ഫീലിങ്. സോ അങ്ങനെ ഞാനൊരു നമ്മുടെ ട്രാവൽ സൈസ് ഇത് വാങ്ങിയതാണ്. ഇതൊക്കെയാണ് ഷെയ്ഡ് വരുന്നതിനകത്ത്. ഇതൊന്ന് ഒരു ഷിമ്മറുണ്ട്, 2 ഷിമ്മറുണ്ട് ആൻഡ് 2 മാറ്റുണ്ട്. ഇത് രണ്ടും ബ്രൗൺ ഷെയ്ഡ്, ഒരു ബ്ലാക്ക് ആൻഡ് ഇത് വന്നിട്ടൊരു എന്താ പറയുക, ഇനി എന്താ ഷെയ്ഡ് പറയാം, ഒരു ഗോൾഡൻ അല്ല, അതുപോലത്തെ ഒരു ലൈറ്റ് ഗോൾഡൻ അല്ല, അതിനേക്കാളും ലൈറ്റായിട്ട് വരുന്നൊരു ഷെയ്ഡ്. ഇതാണ് കളേഴ്സ് വരുന്നത്. സോ ഇതാണ് കെ ബ്യൂട്ടിയുടെ ഐ ഷാഡോ, ചെറിയ ഐ ഷാഡോ പാലറ്റ്. എനിക്ക് എവിടെയെങ്കിലുമൊക്കെ പോകുമ്പോഴത്തേക്കും നമ്മുടെ പേഴ്സിലൊക്കെ ചുമ്മാ ഇട്ടുകൊണ്ട് പോകാനായിട്ട് സുഖമാണ്. ആൻഡ് നല്ല ഷെയ്ഡുമാണ് ഇതിൻ്റെ കളേഴ്സ്. അടുത്ത വന്നിട്ട് ഇത്രയും പ്രൊഡക്ട്സാണ്. ഇതിനകത്ത് ഞാൻ നൈക്കയുടെ ഇത് വാങ്ങിച്ചിട്ടുണ്ട്. ഇത് നൈക്കയുടെ ഒരു ബ്ലാക്ക് കാജലാണ്. ഞാൻ നൈക്കയുടെ ബ്ലാക്ക് കാജൽ യൂസ് ചെയ്തിട്ടില്ല, പക്ഷേ റിവ്യൂസ് കൊള്ളായിരുന്നു. ആൻഡ് ബ്ലാക്ക് കാജൽ, പിന്നെ ഒരു വൈറ്റ് കാജൽ ഞാൻ മേടിച്ചിട്ടുണ്ട്. എന്താ പറയുക, നമുക്കിപ്പം ഒരു വെസ്റ്റേൺ ഔട്ട്ഫിറ്റൊക്കെ ചെയ്യുമ്പോഴത്തേക്കും ബ്ലാക്ക് കാജൽ എഴുതുമ്പോൾ ഒരു എന്താ പറയുന്നത്, ഒരു ദേശി ലുക്ക് പോലെയൊക്കെ വരുന്ന പോലെ എനിക്ക് തോന്നിയിട്ടുണ്ട്. സോ നമുക്ക് ആ വാട്ടർ ലൈൻ എംപ്റ്റി ആയി കിടക്കുന്നതിന്, ഒരു ഇതായിട്ട് കിടക്കുന്നതിന് പകരം വൈറ്റ് കാജൽ എഴുതി കഴിഞ്ഞാൽ കുറച്ച് ഐസ് ബ്രൈറ്റ് ആയിട്ട് നമുക്ക് തോന്നും. സോ ഒരു വൈറ്റ് കാജൽ ഞാൻ മേടിച്ചിട്ടുണ്ട് ആൻഡ് ഒരു ബ്ലാക്ക് കാജൽ മേടിച്ചിട്ടുണ്ട്. സോ അടുത്ത നെക്സ്റ്റ് പ്രൊഡക്ട്സ് വന്നിട്ട് ഇതിലേത് കാണിക്കാം? ഓക്കെ, നൈക്കയുടെ തന്നെ പ്രൊഡക്ട്സ് കാണിക്കാം. ഇത് നൈക്കയുടെ ഒരു ഇതാണ്, നമ്മുടെ ലിക്വിഡ് ഐലൈനറാണ്. ഇതും ബ്ലാക്ക് മാജിക് ലിക്വിഡ് ഐലൈനർ. ഇതാണ് ഞാൻ വാങ്ങിച്ച പ്രൊഡക്റ്റ്. ഞാൻ ആക്ച്വലി നൈക്കയുടെ ഐലൈനറും പിന്നെ ഇത് കാജലൊക്കെ ഫസ്റ്റ് ടൈമാണ് കേട്ടോ വാങ്ങിക്കുന്നത്. ഇതിനകത്തെ മിക്ക പ്രൊഡക്ട്സും ഞാൻ ഫസ്റ്റ് ടൈമാണ് വാങ്ങിക്കുന്നത്. ഇതിൽ യൂസ് ആക്കിയിട്ടുള്ള പ്രൊഡക്ട്സ് ഒന്നും ഇല്ല, എല്ലാം ഫസ്റ്റ് ടൈം മേടിക്കുന്ന പ്രോഡക്റ്റ്. അപ്പോൾ ഇതാണ് ഐലൈനർ വരുന്നത്. ഇതിൻ്റെ റിവ്യൂസൊക്കെ കൊള്ളായിരുന്നു. സോ ഞാൻ അങ്ങനെ നോക്കിയിട്ട് ജസ്റ്റ് ആദ്യമായിട്ട് നൈക്ക യൂസ് ചെയ്ത് നോക്കാമെന്ന് വിചാരിച്ചിട്ട് ഞാൻ വാങ്ങിയതാണ്. അപ്പം ഇതാണ് ഐലൈനർ. നോക്കട്ടെ, നല്ല ബ്ലാക്ക് ആട്ടോ, കാണാമോ?
ഇതിനി എഴുതി കഴിയുമ്പോഴത്തേക്കും അറിയാം എങ്ങനെയുണ്ടെന്ന്. ഇത് കൊള്ളാം, നല്ല ബ്ലാക്കാണ് കേട്ടോ, നല്ല ബ്ലാക്ക് ആൻഡ് മാറ്റാണ്, വാട്ടർ പ്രൂഫാണ്. സോ അടുത്ത പ്രൊഡക്റ്റ് നൈക്കയുടെ ഐലൈനർ. ഇനി അടുത്ത അടുത്ത നമുക്കൊരു ലിപ് ഷെയ്ഡ് ആയാലോ. സോ ഇതാണ് അടുത്ത മാഴ്സിൻ്റെ ആ വൈറൽ ലിപ് ഷെയ്ഡ്. ഇത് ഒരു ടൈമിൽ എൻ്റെ ഇൻസ്റ്റയിലാണെങ്കിലും യൂട്യൂബിലാണെങ്കിലും എല്ലാത്തിലും ഇതിൻ്റെ ഫീഡായിട്ട് വന്നുകൊണ്ടിരുന്ന ലിപ് ഷെയ്ഡാണിത്. മറ്റേ മാഴ്സിൻ്റെ മാറ്റ് മൂസ് എന്ന് പറഞ്ഞ ലിപ്സ്റ്റിക്കില്ലേ, അതിൻ്റെ ലീഡിങ് ലേഡി എന്ന് പറഞ്ഞ ഷെയ്ഡ് നമ്പർ 1, ലീഡിങ് ലേഡി എന്ന് പറഞ്ഞ ഷെയ്ഡാണ്. ഇത് ഭയങ്കര വൈറലായിരുന്നു. എനിക്കൊന്ന് ദിയ കൃഷ്ണ എന്തോ ഫേമസ് ആക്കിയതാണെന്ന് തോന്നിയത്, ആ ഒരു ഷെയ്ഡാണ്. സോ ഞാൻ കുറേ തവണ ഞാനിങ്ങനെ നോക്കിയപ്പോൾ ഔട്ട് ഓഫ് സ്റ്റോക്ക് ആയിരുന്നു. അങ്ങനെ എനിക്കിത് കിട്ടി. സോ ഞാനിത് നോക്കട്ടെ ഇതിൻ്റെ ഷെയ്ഡ് എങ്ങനെ ഉണ്ടെന്ന്. ഈ മാഴ്സിൻ്റെ എല്ലാം നല്ല ലിപ് ഷെയ്ഡാണ്, പിന്നെ അഫോർഡബിളുമാണ് ഭയങ്കര. ഇതിന് എത്രയാണ് വരുന്നത്? 299. ബട്ട് ഇതെനിക്ക് ഓഫറിൽ കിട്ടിയതുകൊണ്ട് 100 and something ആയിട്ടുള്ളൂ. ഇതിൻ്റെ എല്ലാത്തിൻ്റെ റേറ്റ് ഞാൻ ലാസ്റ്റ് പറയാം കേട്ടോ. പക്ഷേ ഇതിനകത്തുള്ള റേറ്റ് ഞാൻ പറയാം. എനിക്ക് ഓഫറിന് കിട്ടിയതുകൊണ്ട് അതിൻ്റെ റേറ്റ് എത്രയ്ക്കാന്നുള്ളത് ഞാൻ കൃത്യമായിട്ട് എനിക്ക് ഓർമ്മയില്ല. സോ ഇത് വന്നിട്ട് മാറ്റ് മൂസിൻ്റെ ലീഡിങ് ലേഡിയാണ്. ഇതൊരു നോക്കട്ടെ, ഇത് ഭയങ്കര ഒരു മാറ്റ് ആൻഡ് ഭയങ്കര ലൈറ്റാട്ടോ. ഇതാണ് ഷെയ്ഡ്, ഒരു ബ്രൗൺ ന്യൂഡ് ഷെയ്ഡാണിത്. കൊള്ളാം. ഇതൊരു പൗഡറി ഒരു ടെക്സ്ചർ പോലെ തോന്നുന്നുണ്ട്, പൗഡറി ടെക്സ്ചർ പോലെ ആണ് ഇതിൻ്റെ ഇത് വന്നിട്ട്. ആൻഡ് ഒരു പിങ്ക് ആൻഡ് ബ്രൗൺ എന്താ പറയുന്നത്, ആ ഒരു ഷെയ്ഡ് വരുന്നുണ്ട്. ബ്രൗൺ മിക്സ് ഉണ്ട് ആൻഡ് ഒരു പിങ്കിൻ്റെ ഒരു ലൈറ്റ് ഷെയ്ഡ് പോലെ വരുന്നുണ്ട്. ഇത് ഭയങ്കര ലൈറ്റാട്ടോ, നല്ല ഷെയ്ഡാണ്. സോ മാഴ്സിൻ്റെ ലീഡിങ് ലേഡി ആരെങ്കിലും മേടിച്ചിട്ടില്ലെങ്കിൽ ഇപ്പോൾ നൈക്കിൽ അവൈലബിൾ ആണ്. അപ്പം മേടിക്കേണ്ടവർ മേടിക്കുക. സോ അതാണ്. നെക്സ്റ്റ് വന്നിട്ട് അടുത്തത് ഞാൻ പാക്കിൻ്റെ ഒരു ഐബ്രോ പെൻസിലാണ് മേടിച്ചിരിക്കുന്നത്. ഇത് ഞാൻ ഇൻസ്റ്റയിലൊരു റിവ്യൂ കണ്ടിട്ട് ഞാൻ എടുത്തതാണ്, ഒരു ഇൻഫ്ലുവൻസറിൻ്റെ. ആൻഡ് ഇതിനകത്തുള്ള റേറ്റ് വന്നിട്ട് 695 ആണ് ഇതിൻ്റെ റേറ്റ് വരുന്നത്. ഇതിന് ഓഫറിൽ എത്രയാണ് വന്നതെന്ന് എനിക്ക് കൃത്യം ഓർമ്മയില്ല. സോ ഇതിനകത്തെ റേറ്റ് 695 ആണ്. ഇതിൻ്റെ ഷെയ്ഡ് വന്നിട്ട് 01, ഒരു ബ്രൗൺ ഷെയ്ഡാണ് ഞാൻ എടുത്തിരിക്കുന്നത്, ബ്ലാക്ക് അല്ല. ബ്ലാക്ക് നമ്മൾ എടുക്കുമ്പോൾ എപ്പോഴും മറ്റേ കുഞ്ഞുവാവയ്ക്കൊക്കെ പിരികം എഴുതി കൊടുക്കുന്ന പോലെ ഇരിക്കും നമ്മൾ ബ്ലാക്ക് തന്നെ യൂസ് ചെയ്യുമ്പം. സോ എപ്പോഴും നമ്മളൊരു ഷെയ്ഡ് ലൈറ്ററായിട്ടുള്ളത് യൂസ് ചെയ്യാൻ നോക്കുക ഐബ്രോസിൽ. എനിക്കങ്ങനെ കേട്ടോ, ഇനി നിങ്ങൾക്ക് എങ്ങനെയാണെന്ന് അറിയില്ല. അപ്പം ഇതാണ് ആ ഐബ്രോ പെൻസിൽ. ഇത് ഐബ്രോ ഡിഫൈനർ പെൻസിലാണ് കേട്ടോ. നിങ്ങൾ ഇത് നോക്കണം, പാക്കിൻ്റെ ഐബ്രോ ഡിഫൈനർ പെൻസിൽ കണ്ട. ഓക്കെ. സോ ഇതൊരു പ്രത്യേക തരം, ഇതിൻ്റെ എന്താ പറയുന്നത്, ഇങ്ങനെ ഐബ്രോ ചെയ്യാനായിട്ടുള്ളൊരു പ്രത്യേക ഡിഫൈൻ ചെയ്യുന്ന സാധനമാണ് കേട്ടോ. ഇതുണ്ടോ, നിങ്ങൾക്ക് കാണാമോ? കണ്ടോ, ഇങ്ങനെയാണ് ഈ പെൻസിൽ വരുന്നത്. സോ നമുക്ക് ഇതിവിടെ ഇങ്ങനെ എഴുതാനായിട്ട് അല്ലെങ്കിൽ ഓരോന്നായിട്ട് ഇങ്ങനെ ചെയ്യാൻ ഇതുണ്ടോ. ഓരോ ഇതിൻ്റെ ഒരു ക്ലോസപ്പ് വീഡിയോ ഞാൻ നിങ്ങൾക്ക് പിന്നെ ചെയ്ത് കാണിക്കാം കേട്ടോ. ആക്ച്വലി ഇത് നൈസാണ്. ഈ ഐബ്രോസ് എഴുതുന്നവരാരെങ്കിലും ഉണ്ടെങ്കിൽ ഡു ട്രൈ ദിസ്. ഞാൻ എന്തായാലും ഇതിൻ്റെ ഐബ്രോ ചെയ്യുന്നൊരു വീഡിയോ ആയിട്ട് ഞാൻ വരുന്നതായിരിക്കും. ആൻഡ് ഓൾസോ ഈ ലിപ് ഷെയ്ഡ്സ് ഒക്കെ ഞാൻ ലിപ്പിൽ ട്രൈ ചെയ്ത് നിങ്ങളെ കാണിക്കുന്നതായിരിക്കും. അപ്പം അടുത്ത പ്രോഡക്റ്റ് ഐബ്രോ ഡിഫൈനർ പെൻസിൽ ഫ്രം പാക്ക്. നെക്സ്റ്റ് വന്നിട്ട് നെക്സ്റ്റ് ഒരു ലിപ് ഷെയ്ഡാണ്. ഞാൻ ലിപ്സ്റ്റിക്കിൻ്റെ ഒബ്സെസ്ഡ് ആണ് ഭയങ്കര. അപ്പം ഇടയ്ക്കിടയ്ക്ക് ഓരോ ഇൻഫ്ലുവൻസറിൻ്റെ ലിപ് ഷെയ്ഡ് കാണും, ഞാൻ അതൊക്കെ ഇങ്ങനെ ഒന്ന് വാങ്ങിക്കും. എൻ്റെ വീട്ടിലാരെങ്കിലുമൊക്കെ ഇത് കാണുന്നുണ്ടെങ്കിൽ മൈൻഡ് ചെയ്യണ്ട. ഓക്കെ, ഇത് ഡെയിലി ലൈഫ് ഫോർ എവർ 52
അതിൻ്റെ ഒരു ലിപ് ഷെയ്ഡാണ്. ഇതിനകത്ത് റേറ്റ് വന്നിട്ട് 799 ആണ്. പക്ഷേ എനിക്ക് അത്രയും രൂപയെ ആയില്ല. വാങ്ങിച്ചത് ഞാനെല്ലാം ഓഫറിന് വാങ്ങിച്ചാണ്. ഇതിൻ്റെ ഇപ്പോഴത്തെ റേറ്റ് അത് എത്രയാണെന്ന് എനിക്കറിയില്ല. നിങ്ങൾ ഒന്ന് നൈക്കയിൽ ജസ്റ്റ് നോക്കുക. ഇത് ഞാൻ സെയിലിന് വാങ്ങിച്ചുകൊണ്ട് എനിക്ക് ഇതിലും റേറ്റ് നല്ല കുറവായിരുന്നു. സോ ഇതിനകത്ത് റേറ്റ് വന്നിട്ട് 799 ആണ്. ഡെയിലി ലൈഫ് ഫോറെവർ 52. അതിൻ്റെ ഷെയ്ഡ് വന്നിട്ട് മാർഗോസ് എന്ന് പറഞ്ഞ ഷെയ്ഡാണ്. ഞാൻ പൊട്ടിച്ച് കാണിക്കാം. ഇത് 009 ആണ് അതിൻ്റെ ഷെയ്ഡ്. മാർഗോസ് എന്നാണെന്ന് തോന്നുന്നു ഇതിൻ്റെ പ്രൊണൗൺസിയേഷൻ. MARGOS എന്നാണ് ഇതിൻ്റെ ഷെയ്ഡിൻ്റെ പേര്. ഇതും വന്നിട്ടൊരു ബ്രൗൺ ഷെയ്ഡാണ്. ഇതിങ്ങനെ ഒരു ക്രയോണല്ല, ഇതാണ് ലിപ്സ്റ്റിക്ക്. ഇത് നല്ലൊരു ബ്രൗൺ ഷെയ്ഡാണ്. ഇത് ഞാൻ കാണിച്ചു തരാം. ഇതാണ് ഈ ഷെയ്ഡ്. നല്ലൊരു ബ്രൗണിഷ്, ഒരു ചെറിയ പീച്ച് ടോണും ഉണ്ട് ഇതിനകത്ത്. നല്ലൊരു ഷെയ്ഡാട്ടോ ഇത്. ഇത് നല്ല ന്യൂഡ് ഷെയ്ഡാണ്. ഇത് എന്താ പറയുന്നത്, എല്ലാവർക്കും ചേരുന്ന ഒരു ഷെയ്ഡായിട്ട് വരും ഇത്. ഇത് മാർഗോസ് 009, മറന്നു പോരുത്. സോ കവർ മാറിപ്പോയി. 009 മാർഗോസ് എന്ന് പറഞ്ഞ ഡെയിലി ഫോറെവർ 52ൻ്റെ ഷെയ്ഡാണ്. സോ ഇതും വേണമെങ്കിൽ നിങ്ങൾ നൈക്കയിൽ സെർച്ച് ചെയ്യുക. ഞാൻ മേടിച്ചത് 799 ആണ്. ഇനി എല്ലാത്തിൻ്റെ റേറ്റ് ഒന്ന് ഞാൻ റഫായിട്ട് ഞാൻ പറയാം. ഇതിനകത്ത് എഴുതിയിരിക്കുന്ന റേറ്റാണ്. എനിക്ക് കിട്ടിയ റേറ്റ് ഇതല്ല. ഇത് 599 ആണ്. ശീശ ആയുർവേദയുടെ നൈറ്റ് റിപ്പയർ ക്രീമിന്. ആൻഡ് കെ ബ്യൂട്ടിയുടെ ഐഷാഡോ പാലറ്റ് 699. ദെൻ പിന്നെ ഏതായിരുന്നു, നൈക്കയുടെ ഇതിന് 199 ആണ്. ഇത് വൈറ്റിന് 299 ആണ്. ഇത് 199. ആൻഡ് മാറ്റിൻ്റെ മാർസിൻ്റെ ലിപ് ഷെയ്ഡിന് എത്രയായിരുന്നു, 299. പിന്നെ കെ ബ്യൂട്ടി സ്ട്രോബ് ക്രീം വന്നിട്ട് 1199 ആണ്. ഇതും എല്ലാം ഞാൻ ഓഫറിന് വാങ്ങിച്ചാണ്. സെൻറ്റലയുടെ ക്രീം, സെൻറ്റല ഇത് പ്യുവർ ക്യാപ്സ്യൂൾ ആംബ്യൂൾ. ഇതിൻ്റെ റേറ്റ് ഇതിൽ എഴുതിയിട്ടില്ല തോന്നുന്നു. ഇത് കൊറിയൻ പ്രോഡക്റ്റ് ആട്ടോ പറഞ്ഞ കണക്ക്. ഞാനത് നേരത്തെ പറയാൻ വിട്ടുപോയി. ഇത് 999 ആണ് ഇതിൻ്റെ റേറ്റ് ഇതിനകത്ത്. ആൻഡ് ഇത് മറ്റേ ക്ലെൻസിങ് ഓയിലിന് 699. സെൻറ്റലയുടെ ക്ലെൻസിങ് ഓയിൽ 699. ആൻഡ് ഈ കൂട്ടത്തിലെ മോസ്റ്റ് എക്സ്പെൻസീവ് പ്രൊഡക്റ്റായ ഈ ഷാലറ്റ് ടിൽബറിയുടെ ലിപ് ഷെയ്ഡിൻ്റെ റേറ്റ് വന്നിട്ട് ഇതിൽ 3450 ആണ്. ബട്ട് എൻ്റെ റേറ്റ് ഇതേ അല്ലായിരുന്നു എനിക്ക് കിട്ടിയത്. ഇത് ഞാൻ ആക്ച്വലി ഇതിന് മുന്നേ ഇപ്പം മേടിച്ചല്ല, അതിന് മുന്നേ ഞാൻ ഓർഡർ ചെയ്ത് വെച്ചിരുന്നതാണ്. പക്ഷേ കിട്ടിയത് എനിക്കിപ്പോഴും നാട്ടിൽ ചെന്നപ്പോഴത്തേക്കും എനിക്ക് കിട്ടിയത്. ഇതിലും കുറവായിരുന്നു, 2000 എത്ര ഉണ്ടായിരുന്നുള്ളൂ. പക്ഷേ ഇതിനകത്ത് റേറ്റ് 3450 ആണ്. സോ ഇതാണ് ഞാൻ ഏറ്റവും എക്സ്പെൻസീവായിട്ട് ഇതിനകത്ത് മേടിച്ചൊരു പ്രൊഡക്റ്റ്. എനിക്കറിയില്ല, എനിക്ക് ലിപ്സ്റ്റിക്കിനോട് ഭയങ്കര ഇപ്പം കുറച്ച് ഭ്രാന്താണ്. സോ ഗൈസ്, അപ്പം ഇത്രയൊക്കെയുള്ള എൻ്റെ നൈക്ക അൺബോക്സിങ് വീഡിയോ. നിങ്ങൾക്ക് എന്തെങ്കിലും ഇതിനകത്ത് ഡൗട്ടോ അല്ലെങ്കിൽ എന്തിനെങ്കിലും കുറിച്ച് അറിയണമെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്താൽ മതി. ഞാൻ അപ്പം നിങ്ങൾക്ക് റിപ്ലൈ തരാം. ആൻഡ് നിങ്ങൾക്ക് എന്താ പറയുന്നത്, നെക്സ്റ്റ് ഒരു വീഡിയോയിൽ ഞാൻ എൻ്റെ ലിപ് ഷെയ്ഡും അത് ലിപ്സിൽ അപ്ലൈ ചെയ്തിട്ടുള്ള വീഡിയോ ഞാനത് ചെയ്യുന്നതായിരിക്കും. ആൻഡ് ക്രീമിനെ കുറിച്ചുള്ള റിവ്യൂ പറയാം. പിന്നെ ഐബ്രോ പെൻസിൽ, ഇതിൻ്റെ എല്ലാത്തിൻ്റെയും ഓരോരോ സെപ്പറേറ്റ് വീഡിയോ ആയിട്ട് ഞാൻ ചെയ്യുന്നതായിരിക്കും. ഇനി ഞാൻ മടിച്ചിരിക്കില്ല, പെട്ടെന്ന് വീഡിയോസൊക്കെ ചെയ്യാം. അപ്പം ഇന്നത്തേക്ക് അത്രേ ഉള്ളൂ. അപ്പോൾ എല്ലാവരും സേഫായിട്ടിരിക്കുക, എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കുക. സോ താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ.